മാസത്തിൽ ഒരിക്കലെങ്കിലും ആലീസ് ഇവിടെ വരാതിരിക്കില്ല. കൈ നിറയെ സമ്മാനപ്പൊതികളും ഉണ്ടാവും. കുട്ടികൾക്ക് ആലീസിനെ വലിയ ഇഷ്ടമാണ്. അവരോടൊപ്പം എത്ര സമയം ചെലവഴിച്ചാലും ആലീസിന് മതിയാവില്ല. മദർ ഈസ് കോളിംഗ് യു. Okay then. See you, sister. Come again. Sure. മാം, എത്രമാത്രം സങ്കടങ്ങളാണ് അനുഭവിച്ചത് ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ആദ്യം ആ തീപിടുത്തം, പിന്നെ അരുത്, കുഞ്ഞുങ്ങളെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കരുത്. അതൊരു ദൈവവിളിയായിരുന്നു. എൻ്റെ പിഞ്ചോമനകൾ ദൈവത്തിൻ്റെ മടിയിലിരുന്ന് സന്തോഷമായി ചിരിച്ചു കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മനസ്സിനെ പീഡിപ്പിക്കുന്നത് മറ്റു ചില കൊച്ചു കാര്യങ്ങളാണ്. ചുവരിലുണ്ടായിരുന്ന പഴയ ഛായാചിത്രങ്ങൾ, തലമുറകളായി സൂക്ഷിച്ച് പട്ടുടുപ്പുകൾ, അമ്മയുടെയും അമ്മൂമ്മയുടെയും രത്നാഭരണങ്ങൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പാവക്കുട്ടികൾ. പാവക്കുട്ടികളോ? എനിക്ക് സുന്ദരമായ 9 പാവക്കുട്ടികളുണ്ടായിരുന്നു. കുഞ്ഞിലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ പാവക്കുട്ടികൾ എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി. അവരെ രക്ഷിക്കുന്ന കാര്യം ആരും ഓർത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേട്ട് കുട്ടിക്ക് ചിരി വരുന്നുണ്ടാവൂലേ? അയ്യോ ഇല്ല, ഒരിക്കലുമില്ല. കുട്ടിക്കറിയാമോ, അവർക്ക് ജീവനുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തോട് ചേർത്താണ് ഞാൻ അവരെ കൊണ്ടു നടന്നത്. നിനക്ക് സുഖമില്ലേ ഹിൽഡ? നീ വല്ലാതെ വിളറിയിരിക്കുന്നു. നീ ആലീസുമായി സംസാരിക്കുകയായിരുന്നു അല്ലേ? ആത്മപീഡനത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് അവൾ. ഞാൻ പോവുകയാണ്. എനിക്കിഷ്ടമുള്ള ഒരാളെ ദ്രോഹിക്കാൻ ഞാൻ തയ്യാറല്ല. ആ ആളിൻ്റെ വക കവർന്നെടുക്കാനും ഞാൻ ആളല്ല. നീ പോയാൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ആനന്ദവുമില്ല ഹിൽഡ. അങ്ങേക്ക് ചെയ്യാൻ കർമ്മങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. വളരെ വൈകിപ്പോയി. എൻ്റെ മനസ്സിൽ നീ ഉണർത്തിവിട്ട ശക്തികൾ എന്നെ ഉന്മത്തനാക്കിയിരിക്കുന്നു. ഈ ലഹരിയില്ലാതെ എനിക്കിനി ജീവിക്കാനാവുകയില്ല. നീ അവിടെ എന്താണ് നോക്കുന്നത് ഹിൽഡ? ഓ വെറുതെ, ഞാനിതൊക്കെ ഒന്ന് കാണുകയായിരുന്നു. കാണാൻ പാടില്ലെന്നുണ്ടോ? ഹേയ്, ഈ ഫയലുകളൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എൻ്റെ സെക്രട്ടറി. പെൺകുട്ടി? തീർച്ചയായും. എന്താണ് അവളുടെ പേര്? കാതറിൻ. വിവാഹിതയാണോ? അല്ല, പക്ഷെ അവൾ ഉടനെ വിവാഹിതയാവുകയാണ്. അതായിരിക്കും അവൾക്ക് നല്ലത്. പക്ഷെ എനിക്കതത്ര നന്നല്ലല്ലോ. എനിക്ക് പിന്നെ സഹായത്തിന് ആരാണുള്ളത്? അതുപോലെ മറ്റൊരാളെ കണ്ടെത്തിക്കൂടെ? നീ ഇവിടെ താമസിക്കുമെങ്കിൽ, എനിക്ക് കണക്കെഴുതി തരുമെങ്കിൽ. പിന്നെന്താ? അല്ലെങ്കിൽ വേണ്ട, നാം തമ്മിൽ അങ്ങനെ ഒരു ഇടപാട് വേണ്ട. ഐ എം സോറി സർ. കം ഓൺ അലക്സ്. നിങ്ങളുടെ അപ്പൻ്റെ അസുഖം എങ്ങനെയുണ്ട്? അപ്പൻ്റെ നില വളരെ മോശമാണ് സർ. മിക്കവാറും അബോധാവസ്ഥയിലാണ്. ബോധം തെളിയുമ്പോൾ സാറിൻ്റെ കാര്യവും ആ പ്ലാനിൻ്റെ കാര്യമാണ് പറയുന്നത്. ബോധം തീരെ നശിക്കുന്നതിന് മുമ്പ് ആ പ്ലാനിലൊന്ന് ഒപ്പിട്ട് തന്നിരുന്നെങ്കിൽ. ആ പ്ലാനിനെ കുറിച്ച് ഇനി മിണ്ടരുത്. താങ്കൾ അതൊന്ന് തുറന്നു നോക്കെങ്കിലും ചെയ്തോ? ഞാൻ കണ്ടു.
അത് നന്നായിട്ടുണ്ടോ? താങ്കൾക്ക് എന്തു തോന്നുന്നു? എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്? അലക്സ്, എൻ്റെ കൂടെ നിൽക്കൂ. കാദറിനെ വിവാഹം ചെയ്തൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കൂ. മറ്റെന്തും ഞാൻ തരാം, സ്വന്തമായി പണിതുയർത്തുന്നതൊഴികെ. ഈസ് ഇറ്റ് യുവർ ഫൈനൽ വേർഡ്? എങ്കിൽ ഞാൻ ഇനി നിൽക്കുന്നില്ല. എനിക്കിതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അലക്സ്. എങ്കിൽ ഞാൻ ആ പ്ലാൻ കൊണ്ടുപോയിക്കോട്ടെ? കൊണ്ടുപോയിക്കോളൂ, അതവിടെ ഉണ്ട്. അലക്സ്, എന്താ? അതവിടെ വെച്ചേക്കൂ. എന്തിന്? എനിക്കൊന്ന് കാണാനാ. ഹിൽഡ, നിനക്കതെന്തിനാണ്? വെറുതെ ഒന്ന് കാണാൻ. അല്ലെങ്കിൽ അതവിടെ വെച്ചേക്കൂ അലക്സ്. ശരി, നിൽക്കൂ. എനിക്ക് തരാൻ പറ്റാത്തത് ഒരിക്കലും എന്നോട് ചോദിക്കരുത്, മനസ്സിലാകുന്നുണ്ടോ? അത് വളരെ ക്രൂരമായി പോയി. നീയും അങ്ങനെ കരുതുന്നു? ഇന്ന് ഈ നിലയിലെത്താൻ എനിക്ക് കൊടുക്കേണ്ടി വന്ന വില നിനക്കറിയില്ല ഹിൽഡ. വരൂ, ഞാൻ വിചിത്രമായ മറ്റൊരു കഥ പറയാം. കേൾക്കുമ്പോൾ ഒരു മണ്ടൻ കഥയാണെന്ന് തോന്നുന്നു. പുകക്കുഴലിലെ ഒരു വിള്ളലിനെ പറ്റിയാണ് കഥ. ആലീസിൻ്റെ പഴയ വീടായിരുന്നു അത്. അതിൻ്റെ ചിമ്മിനിക്കൊരു വിള്ളലുണ്ടായിരുന്നു. ഞാനത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നതുമാണ്. ചിലപ്പോഴൊക്കെ അത് അടയ്ക്കണമെന്ന് വിചാരിക്കും, പക്ഷേ ചെയ്തില്ല. പിന്നീട് എനിക്ക് തോന്നി ആ വിള്ളൽ എൻ്റെ ഭാഗ്യത്തിലേക്കുള്ള വഴിയാണെന്ന്. ഒരു ദിവസം ആലീസും ഞാനും പുറത്തു പോയിരിക്കുകയായിരുന്നു. നല്ല കുളിരുള്ള ഒരു ദിവസമായിരുന്നു. വീട്ടിലെ താപനില കൂട്ടാനായി ജോലിക്കാർ തീ കത്തിച്ചു. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കണ്ടത് ഉയരത്തിൽ പൊങ്ങുന്ന പുകയാണ്. തടി കൊണ്ട് പണിത ആ പഴയ വീട് ഞങ്ങൾ അടുത്തെത്തും മുമ്പ് ആളിക്കത്തി. ഒടുവിൽ അതൊരു തീക്കുണ്ടമായി മാറി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുകക്കുഴലിലെ വിള്ളൽ, തീ, ഭാഗ്യം. നിനക്കറിയില്ല ഹിൽഡ, ഈ ലോകത്തിൽ ചിലരുണ്ട്. ചിലത് ആഗ്രഹിക്കാനും മനസ്സുകൊണ്ടത് ഉറപ്പിക്കാനും ഒടുവിലത് നേടിയെടുക്കാനും കഴിയുന്ന ചിലർ. അവരുടെ ഇച്ഛാശക്തിയുടെ താളത്തിനനുസരിച്ചാണ് ഈ ലോകത്തിന്റെ കറക്കം. ആ ഇച്ഛാശക്തി ഇല്ലാത്തവർക്ക് ആകാശ ഗോപുരങ്ങൾ പണിയാനാവില്ല. അങ്ങേക്ക് തീരെ സുഖമില്ല എന്റെ രാജശില്പി. ഭ്രാന്താണെന്ന് തന്നെ കരുതിക്കോളൂ. എനിക്കറിയാം നീ അതാണ് ഉദ്ദേശിച്ചത്.